വെൽക്കം ടു സഫീർ ഫ്യൂച്ചർ അക്കാദമി ബോർഡ് ബൂസ്റ്റർ സീരീസ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ +2 സുവോളജിയിലെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ആണ്. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിന്റെ അവസാന ഭാഗങ്ങളിലേക്കാണ് നമ്മൾ എത്തുന്നത്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ് എന്ന ടോപ്പിക്കാണ്. ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ്. ഓക്കെ, എന്താണ് നമ്മൾ ഡ്രഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രഗ് എന്ന് വെച്ചാൽ എ മെഡിസിൻ ഓർ എനി സബ്സ്റ്റൻസ് that induce physiological changes in our body. അതായത് ഡ്രഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മരുന്നാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വസ്തു ആവാം. അതെന്താണ് അതിന്റെ പ്രത്യേകത? എന്താണ്? അത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വിഴുങ്ങുകയോ കഴിക്കുകയോ എന്തോരം ആയിക്കോട്ടെ, പല രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഫിസിയോളജിക്കൽ ആക്ഷൻസിനെ ഓൾട്ടർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ആക്ഷൻസിൽ മാറ്റം വരുത്തുന്ന തരത്തിലുള്ള മരുന്നുകൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള വസ്തുക്കൾക്കോ വിളിക്കുന്ന പേരാണ് നമ്മൾ ഡ്രഗ് എന്ന് പറയുന്നത്. സോ ഡ്രഗ് ഈസ് എ മെഡിസിൻ. അപ്പൊ നമ്മൾ എന്താ പറയുക, സാധാരണ ഡ്രഗ് മെഡിസിൻ എന്നും നമ്മൾ ഡ്രഗിനെ പറയില്ല. അപ്പൊ ഡ്രഗ് എന്ന് വെച്ചാൽ ഒരു മെഡിസിൻ ആവാം, ഓർ എനി അതർ സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ഇൻഡ്യൂസ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ ഫിസിയോളജിക്കൽ ചേഞ്ചസ് വരുത്താൻ കഴിവുള്ള മരുന്നുകൾക്കോ വസ്തുക്കൾക്കോ വിളിക്കുന്ന പേരാണ് ഡ്രഗ് എന്ന്. ഓക്കെ, നമുക്കറിയാം റീസെന്റ് നമുക്ക് മരുന്നുകളുടെ പേരൊക്കെ നമുക്ക് ഒരുപാട് അറിയാം അല്ലെ. മരുന്നുകൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറയും പാരസെറ്റാമോൾ അല്ലെ, അല്ലെങ്കിൽ സിട്രസിൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് മരുന്നുകളുടെ പേരൊക്കെ നമുക്ക് തന്നെ അറിയായിരിക്കും. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പനി വരുമ്പോൾ, തുമ്മൽ വരുമ്പോൾ, ജലദോഷം വരുമ്പോൾ ഒക്കെ കഴിക്കുന്ന മരുന്നുകളൊക്കെ ഉണ്ടാവും അല്ലെ. പക്ഷെ ചില മരുന്നുകളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ചില പ്രത്യേക രോഗങ്ങൾക്ക് മാത്രമായിരിക്കത്തില്ല, നമ്മുടെ ബോഡിയിലെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയും ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്ന ചില മരുന്നുകളും ഉണ്ടാവും, ചില ഡ്രഗ്സും ഉണ്ടാവും. അത് നമ്മൾ ഡ്രഗ് എന്ന് പറയുന്നത് നമ്മൾ മരുന്നായിട്ടും യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചില അസുഖങ്ങൾ, ഇപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ മെന്റൽ റിട്ടാർഡേഷനോ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് പ്രോബ്ലം ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നായിട്ടും, അതുകൂടാതെ ഈ രോഗമൊന്നും ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും, അത് മിസ്യൂസ് ചെയ്ത് കൂടുതൽ എഫക്റ്റിന് വേണ്ടിയിട്ട് അത് മിസ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള മരുന്നുകളും നമ്മൾക്ക് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തില് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ മനുഷ്യർ മിസ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യുന്ന മരുന്നുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ദേ ആർ ഒപ്പിയോയിഡ്സ്. ആ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്നതാണ് ഒപ്പിയോയിഡ്. മറ്റൊന്ന് കന്നാബിനോയിഡ്സ്, അടുത്തത് കോക്ക ആൽക്കലോയിഡ് ഓർ കോക്കൈൻ. ഓക്കെ, ഒപ്പിയോയിഡ്, കന്നാബിനോയിഡ്, കോക്ക ആൽക്കലോയിഡ് ഓർ കോക്കൈൻ. ഇങ്ങനെ ഈ വിഭാഗത്തിലൊക്കെ ഉൾപ്പെടുന്ന ഡ്രഗ്സ് ആണ് സാധാരണയായിട്ട് നമ്മൾ കേരളത്തിലും നല്ല, ഇന്ത്യയിലും നല്ല, അല്ലെങ്കിൽ ലോകത്തിൽ പല ഭാഗങ്ങളിലുള്ള മനുഷ്യര് മിസ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഡ്രഗ്സിന്റെ കാറ്റഗറിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ദേ ആർ ഒപ്പിയോയിഡ്, കന്നാബിനോയിഡ്, കോക്ക ആൽക്കലോയിഡ് അല്ലെങ്കിൽ കോക്കൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഈ പറയുന്ന മരുന്നുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡ്രഗ്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ആയിരിക്കും ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്നത്. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പ്ലഷർ തരുന്ന, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് തരുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ ഡിപ്രഷൻ ആക്കി നമ്മളെ മയക്കി കിടത്തുന്ന, നമുക്ക് വേറെ ഒരു കാര്യം അറിയണ്ട, വീട്ടിലൊരു കാര്യം അന്വേഷിക്കേണ്ട, ഒന്നും അറിയണ്ട, നമ്മൾ വെറുതെ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന തരത്തിൽ മാത്രമുള്ള മരുന്നുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആക്കുന്ന മരുന്നുകൾ ഉണ്ടാവും. എനിവേ നമ്മുടെ നോർമലി ഉള്ള ഒരു ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിൽ നമ്മുടെ സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ ഒക്കെ അഫക്ട് ചെയ്യുന്ന തരത്തിലുള്ള മരുന്നുകളാണ് ഇവര്. ഇനി ഈ മരുന്നുകളുടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡ്രഗ്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയായിരിക്കും? ഈ ഡ്രഗ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ പ്രകൃതിയിൽ തന്നെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ നേച്ചറിൽ തന്നെയുള്ള പ്ലാന്റ്സിൽ നിന്നും, പ്ലാന്റ്സ് അവരുടെ ഇൻഫ്ലോറസെൻസ്, അവരുടെ സീഡ്, അല്ലെങ്കിൽ അവരുടെ ലീഫ്, അല്ലെങ്കിൽ സ്റ്റെം, ഇങ്ങനെ അവരുടെ ആ പ്ലാന്റിന്റെ തന്നെ പലതരത്തിലുള്ള പാർട്സിൽ നിന്നൊക്കെ ആയിരിക്കും നമ്മൾ ഇത്തരത്തിലുള്ള മരുന്നുകളൊക്കെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡ്രഗ്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ മരുന്നുകൾ ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ മെന്റൽ പ്രോബ്ലംസ് ഉള്ള ആളുകൾക്ക് മാത്രം ആണ് നമ്മൾ ആ മരുന്നുകൾ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ചീട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ ചെന്നിട്ട് ഇത്തരത്തിലുള്ള മരുന്നുകൾ വാങ്ങാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മരുന്നുകളുടെ വിൽപ്പന, അല്ലെങ്കിൽ അനധികൃതമായിട്ടുള്ള വിൽപ്പനയോ, അല്ലെങ്കിൽ അത് കൈമാറ്റം ചെയ്യുന്നതോ മറ്റൊരാൾക്ക് കൊടുക്കുന്നതോ ഒക്കെ നമ്മൾ ഭയങ്കര ഇല്ലീഗലി ആയിട്ടുള്ള കാര്യങ്ങളാണ്.
അപ്പൊ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ഏതൊക്കെയാണ് ഈ മരുന്നുകളുടെ പ്രത്യേകതകൾ, എന്തൊക്കെയാണ് ഒപ്പിയോയിഡ് എന്താണ്, കന്നോബിനോയിഡ് എന്താണെന്നൊക്കെ നമുക്ക് എന്താണ് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഓക്കെ, റീസെന്റ് അല്ലെങ്കിൽ നമ്മുടെ നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറെ സംഗതികളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഒപ്പിയോയിഡിനെ കുറിച്ച് എന്താ പറയുന്നതെന്ന് അറിയാമോ? ഒപ്പിയോയിഡ് എന്ന് വെച്ചാൽ ദേ ആർ ഡ്രഗ്സ് വിച്ച് ബൈൻഡ് ടു സ്പെസിഫിക് ഒപ്പിയോയിഡ് റിസപ്റ്റേഴ്സ് പ്രസന്റ് ഇൻ അവർ സെൻട്രൽ ന്യൂറൽ സിസ്റ്റം ആൻഡ് GI ട്രാക്ട്. ഓക്കെ, ഈ ഒപ്പിയോയിഡ് വിഭാഗത്തിൽ പെട്ടുന്ന മരുന്നുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡ്രഗ്സ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവന്മാർ എവിടെയാ പോയി ആക്ട് ചെയ്യാന്ന് അറിയാമോ? ഇവന്മാർ പോയിട്ട് നമ്മുടെ സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിലുള്ള റിസപ്റ്റേഴ്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിനോടോ ആണ് പോയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഒരാളൊരു ഒപ്പിയോയിഡ് വിഭാഗത്തിൽപ്പെട്ട മരുന്ന് കഴിച്ചു അല്ലെങ്കിൽ ഡ്രഗ് യൂസ് ചെയ്തു, അവൻ നേരെ പോയിട്ട് എന്ത് ചെയ്യും? അയാളുടെ ആ മരുന്ന് നേരെ പോയിട്ട് അയാളുടെ സെൻട്രൽ തലച്ചോറിനെയും അതുപോലെ തന്നെ വയറിനെയും പോയിട്ടാണ് ബാധിക്കുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ, ആ വിഭാഗത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഹെറോയിൻ എന്ന് പറയും. ഹെറോയിൻ എന്നുള്ള പേരൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹെറോയിൻ ഇറ്റ് ഈസ് കോമൺലി കോൾഡ് സ്മാക്ക്. അതിനെ നമ്മൾ വിളിക്കുന്ന കോമൺലി സാധാരണയായിട്ട് വിളിക്കുന്ന പേര് സ്മാക്ക് എന്നാണ് ഹെറോയിനെ. അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാവുന്നതെന്ന് അറിയാമോ? കെമിക്കലി ഇറ്റ് ഈസ് ഡൈ അസറ്റൈൽ മോർഫിൻ. ഹെറോയിൻ എന്ന് പറയുന്ന മരുന്നിന്റെ കെമിക്കൽ എന്തെന്ന് പറയുന്നത് കെമിക്കലി അതൊരു ഡൈ അസറ്റൈൽ മോർഫിൻ ആണ്. അത് എങ്ങനെയാണെന്ന് അറിയുന്നിരിക്കുന്ന ഒരു വൈറ്റ് ഓർഡർലെസ് ബിറ്റർ ക്രിസ്റ്റലൈൻ കോമ്പൗണ്ട് ആണ്. എന്തായിരിക്കും? വെളുത്ത കളറിലുള്ള മണമൊന്നും ഇല്ലാത്ത ഒരു കയ്പ് പോലെ ഉള്ള ഒരു ക്രിസ്റ്റൽ പോലത്തെ ഒരു വെളുത്ത ഒരു സാധനമാണ് ഹെറോയിൻ എന്ന് പറയുന്നത്. വെളുത്ത ചെറിയ ക്രിസ്റ്റൽ പോലെ കയ്പുള്ള ഒരു സാധനമാണ് ഈ ഹെറോയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് കെമിക്കലി ഡൈഅസറ്റൈൽ മോർഫിൻ ആണ് ഹെറോയിൻ എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ, ഇനി ഇത് എങ്ങനെയാ നമുക്ക് കിട്ടുക? ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ അസറ്റലൈസേഷൻ ഓഫ് മോർഫിൻ. മോർഫിന്റെ അസറ്റലൈസേഷൻ വഴിയാണ് നമുക്ക് ഇത് കിട്ടുക. ഈ മോർഫിൻ എവിടെ നിന്ന് കിട്ടും? വിച്ച് ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ലാറ്റക്സ് ഓഫ് പോപ്പി പ്ലാന്റ്. കറുപ്പ് ചെടിയുടെ അല്ലെങ്കിൽ പോപ്പി പ്ലാന്റ്, അതിന്റെ സയന്റിഫിക് നെയിം ആണ് പാപ്പവർ സോംനിഫെറം എന്ന് പറയും. പാപ്പവർ സോംനിഫെറം എന്ന് സയന്റിഫിക് നെയിം ഉള്ള ഒരു പോപ്പി പ്ലാന്റിൽ നിന്നും അതിന്റെ ലാറ്റക്സിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്ന സാധനമാണ് മോർഫിൻ. അതിന്റെ അസറ്റലൈസേഷൻ വഴിയാണ് നമ്മൾ ഹെറോയിൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി ജനറലി ഇറ്റ് ഈസ് ടേക്കൺ ബൈ സ്നോർട്ടിങ് ആൻഡ് ഇഞ്ചക്ഷൻ. ഇതെങ്ങനെയാണ് നമ്മൾ സാധാരണ എടുക്കുന്നത്? സ്നോർട്ടിങ്, നമ്മൾ ഇതിന്റെ പൊടിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ വലിച്ചെടുക്കുമായിരിക്കും ചെയ്യുക. ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മൂക്കിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുമായിരിക്കും ചെയ്യുന്നത്. അത് നമ്മൾ സ്നോർട്ടിങ് എന്ന് പറയുന്നത്. അങ്ങനെ സ്നോർട്ടിങ് വഴി അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ വഴി, ചില ആൾക്കാർ എന്ത് ചെയ്യും? ഇഞ്ചക്ഷൻ വഴി കുത്തിവെക്കുകയൊക്കെ ചെയ്യും. അതാണ് നമ്മുടെ ശരീരത്തിലേക്ക് സാധാരണ സ്നോർട്ടിങ് വഴി അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ വഴിയാണ് ഇവരൊക്കെ നമ്മൾ ശരീരത്തിലേക്ക് എടുക്കുന്നത്. ഹെറോയിൻ ഈസ് എ ഡിപ്രസന്റ്. ഇനി ഹെറോയിന്റെ പ്രത്യേകത അല്ലെങ്കിൽ അവന്റെ എഫക്റ്റ് എന്താണെന്ന് അറിയുമോ? ഡിപ്രസന്റ് ആണ് ആൻഡ് സ്ലോസ് ഡൗൺ ബോഡി ഫങ്ഷൻസ്. എന്താ? ഡിപ്രഷനാ. ഇത് ഈ സാധനം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര വിഷാദമാണ്, ഭയങ്കര വിഷമമാണ്. എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് കൂടി ഇരുന്നാൽ മതി. വീട്ടിൽ നമുക്കിപ്പോൾ ജോലിയൊന്നും കിട്ടിയില്ല, വെറുതെ വീട്ടിലിരിക്കുക വിചാരിക്കുക, കുറച്ച് ഹെറോയിൻ എടുത്തു, ഭയങ്കര ക്ഷീണമാണ്, തളർച്ചയാണ്, ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. എന്ത് സംഭവിക്കും? ഡിപ്രഷനായും. പിന്നെ നമ്മൾ വിഷമിച്ച് ഒരു മൂലയ്ക്ക് എവിടെയെങ്കിലും പോയിരിക്കും. നമുക്ക് ഓടാനോ ചാടാനോ പറ്റാതെ ഇങ്ങനെ ഫുൾ ടൈം നമ്മൾ വിഷാദ രോഗി അല്ലെങ്കിൽ വിഷാദത്തിലേക്ക് മാറും. ആൻഡ് സ്ലോസ് ഡൗൺ ബോഡി ഫങ്ഷൻ. ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ബോഡിയിലെ എല്ലാ പ്രവർത്തനങ്ങളും എന്ത് ചെയ്യും? അത് വളരെ വളരെ സാവധാനം മാത്രമേ നടക്കുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫുൾ ടൈം നമുക്ക് ക്ഷീണമായിരിക്കും, തളർച്ചയായിരിക്കും, എപ്പോഴും കിടന്ന് ഉറങ്ങാനുള്ള താല്പര്യം കൂടും. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ ഏതെങ്കിലുമൊക്കെ മനുഷ്യര് ഒരു പണിയും ചെയ്യുന്നില്ല, എപ്പോഴും കിടന്ന് ഉറങ്ങുകയും ക്ഷീണം തോന്നുകയും ഒക്കെ ചെയ്യുവാണെങ്കിൽ ഇതുപോലെയുള്ള മരുന്നുകളുടെ എഫക്റ്റ് ആയിരിക്കാം അത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഒപ്പിയോയിഡ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന ഹെറോയിനിന്റെ പ്രത്യേകതകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത കാറ്റഗറിയാണ് കന്നാബിനോയിഡ് എന്ന് വിളിക്കും. കന്നാബിനോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പലി ഇതുപോലെ തന്നെയാണ്. അപ്പം ഇപ്പോൾ ഹെറോയിൻ പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ ഒപ്പിയോയിഡ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബ്രെയിനിനെയാണ് ഇവനും പോയിട്ട് ബാധിക്കുന്നത്. അതായത് ദീസ് ആർ ഗ്രൂപ്പ് ഓഫ് കെമിക്കൽസ് വിച്ച് ഇന്ററാക്ട് വിത്ത് കന്നാബിനോയിഡ് റിസപ്റ്റേഴ്സ് പ്രസന്റ് ഇൻ ദ ബ്രെയിൻ. അതായത് ഈ പറയുന്ന നമ്മുടെ ബ്രെയിനിൽ ഈ പറഞ്ഞ മരുന്നുകളൊക്കെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസപ്റ്ററുകളുണ്ട്. നമ്മൾ റിസപ്റ്റർ എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് നമ്മൾ എൻഡോക്രൈനോളജിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ചില ഈ പറയുന്ന സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മൾ ന്യൂറൽ ഇമ്പൾസ് ട്രാൻസ്മിഷനിലൊക്കെ നമ്മൾ റിസപ്റ്റർ എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വരുന്ന ഡ്രഗിനെയൊക്കെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില പ്രോട്ടീനുകളെ വിളിക്കുന്നതാണ് റിസപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? കന്നാബിനോട് നേരെ പോയിട്ട് ബ്രെയിനിലുള്ള കന്നാബിനോട് റിസപ്റ്ററിനോട് പോയിട്ട് ബൈൻഡ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യും? നാച്ചുറൽ കന്നാബിനോയിഡ്സ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം ദ ഇൻഫ്ലോറസൻസ് ഓഫ് പ്ലാന്റ് കന്നാബിസ് സറ്റൈവ. നമ്മൾ കഞ്ചാവ് എന്നൊക്കെ പറയില്ലേ,
അപ്പോൾ ആ കന്നാബിസ് സറ്റൈവയുടെ ഇൻഫ്ലോറസെൻസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലോറസെൻസ് എന്താ, പൂങ്കുല. ഇൻഫ്ലോറസെൻസ് വെച്ചാൽ പൂവിന്റെ കുല, പൂങ്കുല എന്ന് പറയും. അപ്പൊ കന്നാബിസ് സറ്റൈവ എന്നുള്ള ചെടിയുടെ പൂങ്കുലയിൽ നിന്നാണ് ഈ നാച്ചുറൽ കന്നാബിനോയിഡ് മരുന്നുകൾ നമ്മൾ എടുക്കുന്നത്. അത് കൂടാതെ ഫ്ലവർ ടോപ്പ്, പൂവിന്റെ മുകളിലുള്ള ഭാഗങ്ങൾ, അതുപോലെ തന്നെ ലീവ്സ്, അതിന്റെ ഇലകൾ, അതുപോലെ തന്നെ റെസിൻസ് ഓഫ് കന്നാബീസ് പ്ലാന്റിന്റെ റെസൈൻസ്, ഇതൊക്കെ നമ്മൾ പലതരത്തിലുള്ള എന്താണ് കന്നാബിനോയിഡ് ഡ്രഗ്സ് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് പറയുമ്പോൾ ഈ കന്നാബിനോയിഡ് വിഭാഗത്തിൽ വരുന്ന ഡ്രഗ്സ് ആണ് മരിജുവാന, കേട്ടിട്ടുണ്ടാവും, മരിജുവാന, ഹാഷിഷ്, ചരസ് ആൻഡ് ഗഞ്ച. കഞ്ചാവ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ, ഗഞ്ച, ചരസ്, ഹാഷിഷ്, മരിജുവാന, ഇതൊക്കെ എന്താണ് ഈ കന്നാബിനോട് വിഭാഗത്തിൽ വരുന്ന ഡ്രഗ്സ് ആണ്. ഇവര് നമ്മുടെ ബ്രെയിനിനെയാണ് പോയി അഫക്റ്റ് ചെയ്യുന്നത്. കന്നാബിസ് സറ്റൈവയുടെ ചെടിയുടെ ഇൻഫ്ലോറസെൻസ്, ഫ്ലവർ ടോപ്പ്, ലീഫ്, അങ്ങനെ പല ഭാഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഡ്രഗ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, ദെൻ ജനറലി ടേക്കൻ ബൈ ഇൻഹേലേഷൻ ആൻഡ് ഓറൽ ഇഞ്ചക്ഷൻ. എന്തായിരിക്കും ജനറലി എന്തായിരിക്കും, ഇൻഹേലേഷൻ ആണ്. ഇൻഹേലേഷൻ എങ്ങനെയാ, നമ്മൾ സിഗരറ്റ് ഒക്കെ വലിച്ചെടുക്കില്ല, അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ ഇൻഹേലേഷൻ, വീഡി സിഗരറ്റ് ഒക്കെ വലിക്കുന്നതിന്റെ കൂടെ ആയിരിക്കും നമ്മൾ അങ്ങനെ ഇൻഹേൽ ചെയ്യും. ആൻഡ് ഓറൽ ഇഞ്ചക്ഷൻ എന്തായിരിക്കും, ഓറലി നമ്മൾ ഇഞ്ചക്ഷൻ അല്ലെ, വായിലൂടെ നമ്മൾ എടുക്കുമായിരിക്കും ചെയ്യുന്നത്, ഓറലി നമ്മൾ എടുക്കുമായിരിക്കും ചെയ്യുന്നത്. ദീസ് ആർ നോൺ ഫോർ ദെയർ ഇഫക്റ്റ് ഓൺ കാർഡിയോവാസ്കുലർ സിസ്റ്റം ഓഫ് ദ ബോഡി. അപ്പൊ ഇവരുടെ പ്രത്യേകത എന്താണ്, നമ്മുടെ ശരീരത്തിന്റെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിനെ കൂടി ഇവര് എന്ത് ചെയ്യുന്നുണ്ട്, അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാർഡിയോവാസ്കുലർ ഇഫക്റ്റുകളാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, കൊക്ക ആൽക്കലോയിഡ് ഓർ കൊക്കൈൻ, ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുള്ള പേരുകളൊക്കെ ആയിരിക്കും. കൊക്കൈൻ അല്ലെങ്കിൽ കൊക്ക ആൽക്കലോയിഡ് അടുത്ത ഒരു കാറ്റഗറി ഓഫ് ഡ്രഗ് ആണ്. ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം കൊക്ക പ്ലാന്റ് എറിത്രോസൈലം കൊക്ക, നേറ്റീവ് ടു സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്കയിൽ കാണപ്പെടുന്ന ഒരു എറിത്രോസൈലം കൊക്ക എന്ന് പറയുന്ന ഒരു പ്ലാന്റിനിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തരം ഡ്രഗാണ് കൊക്കൈൻ അല്ലെങ്കിൽ കൊക്ക ആൽക്കലോയിഡ് എന്ന് പറയുന്നത്. ഈ കൊക്ക ആൽക്കലോയിഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഇന്റർഫിയേഴ്സ് വിത്ത് അവർ ന്യൂറോ ട്രാൻസ്മിറ്റർ ഡോപ്പമൈൻ. നമുക്കറിയാം ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെ, എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് വെച്ചാൽ ദീസ് ആർ കെമിക്കൽസ് വിച്ച് ട്രാൻസ്മിറ്റ് ദ ഇമ്പൾസസ് ഫ്രം പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ ടു പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ അല്ലെ. പ്രധാനമായിട്ടും പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൽ നിന്നും പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലേക്ക് ഇമ്പൾസുകളെ കടത്തിവിടാൻ വേണ്ടി സഹായിക്കുന്ന കെമിക്കലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് അല്ലെ. സോ ദേ ആർ ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പൊ അങ്ങനെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ പേര് നമുക്കറിയാം, അസിറ്റൈൽ കൊളൈൻ ഉണ്ട്, സെറോട്ടോണിൻ ഉണ്ട്, ഡോപ്പമൈൻ ഉണ്ട്. അതിൽ ഡോപ്പമൈൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇവൻ അഫക്ട് ചെയ്യുന്നത്. ഡോപ്പമൈന്റെ ട്രാൻസ്പോർട്ടിങ്ങിനെയാണ് ഈ പറഞ്ഞ കൊക്കൈൻ വിഭാഗത്തിൽ വരുന്ന മരുന്നുകൾ അഫക്ട് ചെയ്യുന്നത്. കൊക്കൈൻ കോമൺലി കോൾഡ് കോക്ക് ഓർ ക്രാക്ക്, യൂഷ്വലി സ്നോർട്ടഡ്. അപ്പൊ ഈ കൊക്കൈൻ വിഭാഗത്തിൽ പെടുന്ന മരുന്നുകൾ അല്ലെ ഡ്രഗുകളെ നമ്മൾ കോക്ക് എന്നും അല്ലെങ്കിൽ നമ്മൾ ക്രാക്ക് എന്നൊക്കെ വിളിക്കും. ഇത് സാധാരണ എങ്ങനെയാ, സ്നോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് എ പോട്ടന്റ്, ഇതിന്റെ പ്രത്യേകത ഇറ്റ് ഹാസ് എ പോട്ടന്റ് സ്റ്റിമുലേറ്റിംഗ് ആക്ഷൻ ഓൺ സെൻട്രൽ നെർവസ് സിസ്റ്റം. ഇവനും എന്താ ചെയ്യുന്നത്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. എ പോട്ടന്റ് സ്റ്റിമുലേറ്റിംഗ് ആക്ഷൻ. ഇത് വലിച്ചെടുക്കുമ്പോൾ നമ്മൾ ഫിലിംസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, വലിച്ചെടുക്കുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ചില പോട്ടന്റ് ആക്ഷൻസ് എന്ത് ചെയ്യും, നമ്മുടെ സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിനെയാണ് അത് ബാധിക്കുന്നത്. അത് വന്നാൽ നമുക്കുണ്ടാവുന്നത് സെൻസ് ഓഫ് യൂഫോറിയ ആൻഡ് ഇൻക്രീസ്ഡ് എനർജി. യൂഫോറിയ അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് എനർജി. യൂഫോറിയ എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, എന്തും ചെയ്യാനുള്ള കഴിവ് കൂടും, ഇപ്പൊ വേണമെങ്കിൽ അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ ഓവറായിട്ടുള്ള കോൺഫിഡൻസുകളൊക്കെ ഉണ്ടാവും. നമുക്ക് കാണാത്തത് കാണും, കേൾക്കാത്തത് കാണും എന്നൊക്കെ പറയുന്ന പോലെ യൂഫോറിയ പോലുള്ള വളരെ ഹാപ്പിനെസ് പോലെയുള്ള ഫീലിങ്ങുകൾ, വളരെ സന്തോഷമൊക്കെ ആയിരിക്കും നമുക്ക് തോന്നുക. ആൻഡ് ഇൻക്രീസ്ഡ് എനർജി, എന്ത് വേണമെങ്കിലും ഒരു പാറയിൽ നിന്ന് എടുത്ത് മുകളിലേക്ക് എടുത്ത് ചാടാനോ താഴത്തേക്ക് ചാടാനൊക്കെ തോന്നുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള എനർജി ഒക്കെ കിട്ടും. എക്സസീവ് ഡോസേജ് ഓഫ് കൊക്കൈൻ കോസസ് ഹാലൂസിനേഷൻ. ഇത് നമ്മൾ എക്സസീവ് ആയിട്ടല്ല അമിതമായിട്ട് ഉപയോഗിച്ചാൽ എന്താ സംഭവിക്കുന്നത് പറയുമ്പോൾ ഹാലൂസിനേഷൻ വരാം. ഹാലൂസിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, നമുക്ക് നമ്മൾ കാണാത്തത്, ഹാലൂസിനേഷനെ കുറിച്ച് പറയുന്നത് കാണാത്തത് കേൾക്കും, കേൾക്കാത്തത് കാണുന്ന പറയുന്നത്. നമുക്കൊരു ചിന്തയുണ്ടാവും, എന്തൊക്കെയോ നടക്കുന്ന പോലെ തോന്നും. നമ്മൾ കാണാത്തൊരു കാര്യം, ഒരു സംഭവം നമ്മുടെ മുമ്പിൽ നടന്നതായിട്ട് നമുക്ക് തോന്നാം. അതൊന്നും ഉണ്ടാവില്ല. കേൾക്കാത്തൊരു സംഗതി നമ്മൾ ചെവിയിൽ കേട്ടതായിട്ട് നമുക്ക് തോന്നും. അപ്പൊ നമുക്ക് ഒട്ടും നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരു ഇന്റലക്ച്വൽ കപ്പാസിറ്റി അങ്ങ് നഷ്ടപ്പെട്ടു പോയി നമുക്ക് ഹാലൂസിനേഷൻ ഉണ്ടാവാം. ഓക്കെ, അതാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. എക്സസീവ് ഡോസേജ് ഓഫ് കൊക്കൈൻ
കോസസ് ഹാലൂസിനേഷൻ ആൻഡ് അതർ വെൽ നോൺ പ്ലാന്റ്സ്. ഇനി നോക്കിക്കേ, അത് കൂടാതെ ഇപ്പൊ നമ്മൾ കൊക്ക ആൽക്കലോയിഡ് അല്ലെങ്കിൽ എറിത്രോസൈലം കൊക്ക കൂടാതെ മറ്റു ചില പ്ലാന്റ്സിനും കൂടി ഹാലൂസിനോജനിക് പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് പറയുന്നത്. എക്സാമ്പിൾ ആണ് അട്രോപ്പ ബെല്ലഡോണ ആൻഡ് ഡറ്റൂറ എന്ന് പറയും. ഡറ്റൂറയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ്. അട്രോപ്പ ബെല്ലഡോണ ആൻഡ് ഡറ്റൂറ എന്ന് പറയുന്ന മരുന്നുകൾക്കും എന്ന് പറയുന്ന പ്ലാന്റ്സിനും എന്തുണ്ട്? ഹാലൂസിനോജനിക് പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ദീസ് ഡേയ്സ് കന്നാബിനോയിഡ്സ് ആർ ഓൾസോ ബീങ് അബ്യൂസ്ഡ് ബൈ സം സ്പോർട്സ് പേഴ്സൺസ്. അപ്പോൾ ഇത് കൂടാതെ സാധാരണ ഉള്ള മനുഷ്യർ മാത്രമല്ല, എന്താണ് സ്പോർട്സ് പേഴ്സൺസും, അതായത് സ്പോർട്സിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെയും എന്ത് ചെയ്യുന്നുണ്ട്? ഈ കന്നാബിനോയിഡ് മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും? അവർക്ക് കൂടുതൽ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഒപ്പിയോയിഡ്, കന്നാബിനോയിഡ്, കൊക്കൈൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അത് കൂടാതെ വേറെ ചില മെഡിസിൻസിനെ അല്ലെങ്കിൽ ഡ്രഗ്സിനെ കുറിച്ചും കൂടി നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഡ്രഗ്സ് ലൈക്ക് ബാർബിറ്റുറേറ്റ് ആൻഡ് ആംഫിറ്റമൈൻസ്, ബെൻസോഡയാസപൈൻസ്. ഏതൊക്കെയാണ്? ബാർബിറ്റുറേറ്റ്സ്, ആംഫിറ്റമിൻസ്, ബെൻസോഡയാസപൈൻസ് ആൻഡ് അതർ സിമിലർ ഡ്രഗ്സ് ദാറ്റ് ആർ നോർമലി യൂസ്ഡ് ആസ് മെഡിസിൻസ് ടു ഹെൽപ്പ് പേഷ്യൻസ് കോപ്പ് വിത്ത് മെന്റൽ ഇൽനെസ്. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് ഇത് കൂടാതെ, ഈ പറഞ്ഞ മെഡിസിൻസ് കൂടാതെ അല്ലെങ്കിൽ ഡ്രഗ്സ് കൂടാതെ ബാർബിറ്റുറേറ്റും ആംഫിറ്റമിനും ബെൻസോഡയാസപൈൻ വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മെന്റൽ ഇൽനെസ്, ഇപ്പൊ എന്താ പറയാ, മാനസിക രോഗങ്ങളോ അല്ലെങ്കിൽ ഡിപ്രഷനോ ഒക്കെ ഉള്ള മനുഷ്യർക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടർമാർ ഇത്തരത്തിലുള്ള മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഡിപ്രഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മെന്റൽ ഇൽനെസ് ഭയങ്കരമായിട്ട് ഭ്രാന്ത് പോലെയൊക്കെയുള്ള അവസ്ഥകളൊക്കെ കാണിക്കുന്നവരെ ചികിത്സിക്കാനും ഡിപ്രഷൻ ആക്കാനും, അതുപോലെ തന്നെ ഇൻസോംനിയ ഉള്ളവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻസോംനിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലീപ്ലെസ്നെസ് പറയും. ഉറക്കമില്ലാത്ത ആ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് സ്ലീപ്ലെസ്നെസ് എന്ന് വിളിക്കും. സ്ലീപ്ലെസ്നെസ്, ഉറക്കമില്ലാത്ത കണ്ടീഷൻ വിളിക്കുന്നതാണ് ഇൻസോംനിയ. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ എന്തായിരിക്കും, ഇങ്ങനെ വളരെ ആക്റ്റീവായിട്ട്, ഹൈപ്പർ ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ ആളുകളൊക്കെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ പരമാവധി നമ്മൾ ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് അവരെ കിടത്തുകയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ഈ പറയുന്ന ആംഫിറ്റമിൻസും ബെൻസോഡയാസപൈനൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള മരുന്നുകൾ മെന്റൽ ഇൽനെസ്സും അതുപോലെ തന്നെ ഡിപ്രഷനും അല്ലെങ്കിൽ ഇൻസോംനിയ ഒക്കെ ഉള്ള ആളുകൾക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് മോർഫിൻ എന്ന് പറയുന്നത്. മോർഫിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ദിസ് ഈസ് എ വെരി എഫക്റ്റീവ് സെഡേറ്റീവ് ആൻഡ് പെയിൻ കില്ലർ. അതുപോലെ തന്നെ വേദന സംഹാരിയായും അല്ലെങ്കിൽ സെഡേറ്റീവ് മയക്കി കിടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണ് നമ്മൾ മോർഫിൻ എന്ന് പറയുന്നത്. അപ്പോൾ മോർഫിൻ എഫക്റ്റീവ് സെഡേറ്റീവ്, അതായത് ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഇപ്പൊ എന്തെങ്കിലും ഭയങ്കര ചില അസുഖങ്ങളൊക്കെ ബാധിച്ച് ഇപ്പൊ ക്യാൻസർ ഒക്കെ വരുന്ന ആളുകൾക്കൊക്കെ ചിലപ്പോൾ ബോൺ ക്യാൻസർ ഒക്കെ വരുന്ന ആളുകൾക്കൊക്കെ ചിലപ്പോൾ അവസാന സ്റ്റേജിലൊക്കെ ഭയങ്കര പെയിൻ ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ വേദനയൊക്കെ വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ശരീരത്തിന് ഭയങ്കരമായിട്ട് വേദനയൊക്കെ വരുന്ന ആളുകൾക്ക് അവർക്ക് വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ മോർഫിൻ പോലെയുള്ള പെയിൻ കില്ലറുകൾ കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ വേദന കുറയ്ക്കാനും അല്ലെങ്കിൽ മയക്കവും കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട്, നല്ല വേദനയൊക്കെ ആണെങ്കിൽ ഉറങ്ങിപ്പോവാനും വേദന കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മോർഫിൻ പോലെയുള്ള മരുന്നുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നോക്കിക്കേ, ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഇൻ പേഷ്യൻസ് ഹൂ ഹാവ് അണ്ടർഗോൺ സർജറി. സർജറി നടത്തിയ ഒരാൾക്ക് വേദന കുറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അയാളെ മയക്കി കിടത്താൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ മോർഫിൻ പോലെയുള്ള മരുന്നുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു ഭാഗമാണ് നിക്കോട്ടിൻ സ്റ്റിമുലേറ്റ്സ് അഡ്രീനൽ ഗ്ലാൻഡ് ടു റിലീസ് adrenaline and noradrenaline into blood circulation, both of which raise blood pressure and increase heart rate. മറ്റൊരു വിഭാഗമാണ് നിക്കോട്ടിൻ എന്ന് പറയുന്നത്. നിക്കോട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? അഡ്രിനൽ ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അഡ്രീനാലിനും നോറഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺസിനെ നമ്മുടെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുകയും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കൂട്ടാനും ഹാർട്ട് റേറ്റ് കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് ഈ നിക്കോട്ടിൻ എന്ന് പറയുന്ന മരുന്നുകൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് സ്മോക്കിംഗ്. മറ്റൊരു കുഴപ്പമാണ്, നമുക്കറിയാം സ്മോക്കിംഗ് എന്ന് പറയുന്നത്. സ്മോക്കിംഗ് ഇൻക്രീസസ് കാർബൺ മോണോക്സൈഡ് കണ്ടന്റ് ഇൻ ബ്ലഡ് ആൻഡ് റെഡ്യൂസസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹീം ബൗണ്ട് ഓക്സിജൻ. ദിസ് കോസസ് ഓക്സിജൻ ഡെഫിഷ്യൻസി ഇൻ ദ ബോഡി. അതായത് ഈ കാർബൺ മോണോക്സൈഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ടുബാക്കോയിൽ അല്ലെങ്കിൽ സ്മോക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് കാർബൺ മോണോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ നമ്മുടെ ബ്ലഡിൽ കൂടുകയും ഇത്തരത്തിലുള്ള കാർബൺ മോണോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ ബ്ലഡിൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീം ബൗണ്ട് ഓക്സിജൻ, എന്താണ് ഹീം ബൗണ്ട് ഓക്സിജൻ? HBO2 അല്ലെങ്കിൽ ഓക്സി ഹീമോഗ്ലോബിൻ അല്ലെ. ഈ ഓക്സി ഹീമോഗ്ലോബിൻ എന്നുള്ള രൂപത്തിലല്ലേ എന്താണ് ബ്ലഡിലൂടെ ഓക്സിജൻ ടിഷ്യൂസിലേക്ക് എത്തിച്ച് നമ്മൾ കൊടുക്കുന്നത് അല്ലെ. അപ്പം സിഒയുടെ കാർബൺ മോണോക്സൈഡിന്റെ അളവ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ HBO2ന്റെ അളവ് കുറയുകയും എന്താണ് നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ ഡെഫിഷ്യൻസി കുറയുകയൊക്കെ ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ അടുത്തത്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഡ്രഗ്സിനെ കുറിച്ചൊക്കെ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ അബ്യൂസ് ചെയ്യുന്ന മരുന്നുകളെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് അഡോളസെൻസ്, അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവാണ്. അഡോളസെൻസ് എന്താണ്? അഡോളസെൻസ് വെച്ചാൽ നമ്മൾ പറയില്ലേ പ്രായപൂർത്തിയായ മനുഷ്യരെന്നൊക്കെയല്ലേ നമ്മൾ പറയുന്നത്. അഡോളസെന്റ് ഏജ്, പ്രായപൂർത്തിയാവുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ പ്രായപൂർത്തിയാവുന്ന ആ ഒരു ഘട്ടത്തിനെ വിളിക്കുന്ന പേരാണ് അഡോളസെൻസ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ടീനേജ് എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ അഡോളസെൻസ് എന്ന് പറയുന്നത് അല്ലെ. നമ്മളൊരു കുട്ടിയായിരുന്ന സമയത്ത് നിന്ന് നമുക്ക് ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി അല്ലെങ്കിൽ സെക്ഷലി ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ആ ഒരു കാലഘട്ടത്തിനെ വിളിക്കുന്ന പേരാണ് adolescence അല്ലെ. adolescence means both a period and a process during which a child becomes mature in terms of his or her attitudes and beliefs for effective participation in the society. അതായത് നമ്മൾ എന്താണ് ഒരു 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് +2 ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? അഡോളസെന്റ് സ്റ്റേജിലേക്ക് കടക്കുകയും എന്തായിരിക്കും നമ്മുടെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ആവും. നമ്മളൊരു സൊസൈറ്റിയിലേക്ക് ഒരു മനുഷ്യനായിട്ട് മാറുന്ന ഒരു സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡോളസെൻസ്. ഇറ്റ് ഈസ് എ പീരീഡ് ആൻഡ് എ പ്രോസസ് ഡ്യൂറിംഗ് വിച്ച് എ ചൈൽഡ് ബിക്കംസ് മെച്യൂർ അല്ലെ. ഒരാൾ മെച്യൂർ ആവുന്ന അല്ലെങ്കിൽ പക്വതയാവുന്ന ഒരു കണ്ടീഷൻ, ഒരു കാലഘട്ടത്തിനെ വിളിക്കുന്ന പേരാണ് അഡോളസെൻസ് പീരിയഡ് എന്ന് വിളിക്കുന്നത്. എന്താണ്? ദ പീരിയഡ് ബിറ്റ്വീൻ 12 to 18 years. മെയിൻലി നമ്മൾ വിളിക്കുന്നതിനെ ടീനേജ്, 13 to 19 അല്ലെ. ടീനേജ് അല്ലെങ്കിൽ 12 to 18 years of age may be thought of the adolescence period. അപ്പൊ ഈ 12 മുതൽ 18 വരെയുള്ള ഒരു പ്രായത്തിനെ നമ്മൾ എന്ത് വിളിക്കുക? അഡോളസെൻസ് പീരിയഡ് എന്ന് വിളിക്കുന്നത് അല്ലെ. ഇൻ അതർ വേർഡ്സ് അഡോളസെൻസ് ഈസ് ബ്രിഡ്ജ് ലിങ്കിങ് ചൈൽഡ്ഹുഡ് ആൻഡ് അഡൽട്ട്ഹുഡ്. അല്ലെങ്കിൽ നമുക്ക് അഡോളസെൻസിനെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് എ ബ്രിഡ്ജ് ലിങ്കിങ് ചൈൽഡ്ഹുഡ് ആൻഡ് അഡൽട്ട്ഹുഡ്. എന്താ? നമ്മുടെ ചൈൽഡ്ഹുഡിനെയും കുട്ടിക്കാലത്തിനെയും അല്ലെങ്കിൽ മുതിർന്ന ഒരാളായിട്ട് മാറുന്ന ആ ഒരു രണ്ടൊരു സ്റ്റേജിനെയും കൂടി ലിങ്ക് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് ആയിട്ട് നമുക്ക് അഡോളസെൻസിനെ കൺസിഡർ ചെയ്യാം അല്ലെ. എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ഇറ്റ് ഈസ് അക്കമ്പനീഡ് ബൈ സെവറൽ ബയോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ ചേഞ്ചസ് അല്ലെ. നമ്മുടെ ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ടാവുന്നു. എന്താണ്? ആൺകുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്ക് മീശ വരുന്നു, അല്ലെങ്കിൽ താടി വരുന്നു, അല്ലെങ്കിൽ എന്താണ് സ്പെർമാറ്റോജെനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നു, സെക്ഷൽ മാറ്റങ്ങൾ വരുന്നു, പെൺകുട്ടികൾക്ക് മെൻസ്ട്രൽ സൈക്കിൾ വരുന്നു, അതുപോലെ തന്നെ ബ്രസ്റ്റിന്റെ ഡെവലപ്മെന്റ് വരുന്നു. അങ്ങനെയുള്ള ഒരുപാട് ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ ബയോളജിക്കൽ ആൻഡ് ബിഹേവിയർ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുന്നു. ഇതൊക്കെ എന്താ? നമുക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നുന്നു. ഇതൊക്കെ എന്താണ്? അഡോളസെൻസിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അഡോളസെൻസ് ദസ് ഈസ് എ വെരി വൾനറബിൾ ഫേസ് ഓഫ് മെന്റൽ ആൻഡ് ഫിസിയോളജിക്കൽ ഡെവലപ്മെന്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അതായത് എന്തായിരിക്കും? ഒരു വ്യക്തിയുടെ എന്താണ് മാനസികവും അല്ലെങ്കിൽ ശാരീരികവും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയൊരു ഘട്ടം എന്ന് പറയുന്നത്, വളർച്ചയുടെ ഒരു വലിയൊരു ഘട്ടം എന്ന് പറയുന്നതാണ് നമ്മുടെ അഡോളസെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് നമ്മൾ വരുന്നു. നമ്മൾ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത് അബ്യൂസ് ചെയ്യപ്പെടുന്ന ഡ്രഗ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അഡോളസെൻസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്ത്. ഇനി എന്താണ്? എങ്ങനെ നമ്മൾ അബ്യൂസ് ചെയ്താൽ എങ്ങനെ നമ്മൾ അബ്യൂസ് ഇതിലേക്ക് ആ സ്റ്റേജിലേക്ക് കടക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആൽക്കഹോൾ അബ്യൂസ് ഉണ്ടാകുമ്പോൾ നമുക്ക് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയായിരിക്കും? സാധാരണ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ അഡോളസെന്റ് ഏജ് എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു അഡോളസെൻസ് ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴായിരിക്കും നമുക്ക് പ്രത്യേകിച്ചും ആൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ, ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായിരിക്കും കൂടുതലായിട്ടും ആൺകുട്ടികൾക്ക് എന്താണ് അവൻ കൂടുതലായിട്ട് സൊസൈറ്റിയിലേക്ക് ഇറങ്ങുകയും നമ്മൾ കുറെ സിനിമകൾ കാണുകയും ആ സിനിമയിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട സ്റ്റാർസ് അല്ലെങ്കിൽ ഹീറോസ് ഒക്കെ എന്ത് ചെയ്യുന്നു? ഭയങ്കരമായിട്ട് പുകവലിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ മദ്യപിക്കുന്നതായിട്ടോ ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് കാണുകയും, അപ്പൊ ആ സിനിമയിൽ മദ്യപിച്ചിട്ടോ പുകവലിച്ചിട്ടോ ഒക്കെ കാണിക്കുന്ന ആ ഹീറോയിസും ഒക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അഡോളസെൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പീരീഡിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മളും വിചാരിക്കും, അല്ലെങ്കിൽ നമ്മളോട് നമ്മുടെ അടുത്തുള്ള ആള് അല്ലെങ്കിൽ നമ്മുടെ സീനിയർ ആയിട്ട് പഠിക്കുന്ന ആള് അവരൊക്കെ ഭയങ്കര ഹീറോ ആയിട്ട് നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇത് ഇയാള് എന്താണ് മദ്യപിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ വലിയ സംഭവങ്ങൾ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നമുക്കൊരു ക്രെഡിറ്റ് കിട്ടും, നല്ല ഒരു എന്താ പറയുന്ന ഒരു കൺട്രോൾ കിട്ടും, അതൊരു സുഖമാണ്, അല്ലെങ്കിൽ പുക വലിച്ചാൽ എന്താണ് അതൊരു എനർജി കിട്ടുന്നതാണ്, അതൊരു എന്താണ് അങ്ങനെയുള്ള ഒരു അതിനോടുള്ള ഒരു താല്പര്യം നമുക്ക് കൂടി വരുന്ന ഒരു സമയമാണ് നമ്മുടെ ഈ അഡോളസെൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു അഡോളസെൻസിലാണ് എന്ത് ചെയ്യുന്നത്? സാധാരണയായിട്ട് കുട്ടികൾ ഡ്രഗ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡ്രഗ് ഉപയോഗിക്കാനും അല്ലെങ്കിൽ ആൽക്കഹോൾ, മദ്യമൊക്കെ പോലെയുള്ള ടുബാക്കോ, പുക, സ്മോക്കിംഗ് പോലെയുള്ള
അങ്ങനെയുള്ള ചില ഹാബിറ്റാറ്റ്സിലേക്ക് നമ്മൾ കടക്കുന്ന ഒരു സമയമാണത്. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? നമുക്ക് ഈ പറഞ്ഞതാണ്, ഒന്നെങ്കിൽ നമുക്ക് എന്താണ് സൊസൈറ്റിയിൽ ഇതിലേക്കൊക്കെ പലരും എത്തിപ്പെടുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, ഒന്ന് നമുക്ക് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളൊക്കെ വന്നാൽ എന്തായിരിക്കും, നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര വിഷമം ഉണ്ടാവാം. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യും, എന്നാൽ ശരി കള്ളു കുടിച്ചേക്കാം അല്ലെങ്കിൽ മദ്യം കഴിച്ചേക്കാം, ഇതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ, ഡ്രഗ്സ് ഉപയോഗിക്കാം. അപ്പം അങ്ങനെ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും കാരണങ്ങൾ മൂലം ഫാമിലിയിൽ ഉണ്ടാകുന്ന, പ്രധാനമായിട്ടും നമുക്ക് ഫാമിലിയിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങളോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഉണ്ടാകുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റുകളൊക്കെ മൂലമായിരിക്കാം പലപ്പോഴും ആൽക്കഹോളിക്സിലേക്ക് എത്തിപ്പെടുക. മറ്റൊന്നെന്ന് വെച്ചാൽ ഇതൊന്നും ഒരു കുഴപ്പമില്ലാത്ത ആളാണെങ്കിൽ കുറച്ചും കൂടെ എന്തായിരിക്കും, കുറച്ചും കൂടെ സൊസൈറ്റിയിൽ ഒരു നിലയും വിലയും കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ എന്തായിരിക്കും ആ ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നുമ്പോൾ അവരെ നമ്മൾ അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടി നമുക്ക് കൂടുതൽ എന്താ പറയുക, ഒരു ഇത് കിട്ടാൻ ഇതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ ഡ്രഗ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പല 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 കാരണങ്ങൾ, എല്ലാവർക്കും നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല, പലർക്കും പല പല കാരണങ്ങളായിരിക്കാം. അങ്ങനെ പല പല കാരണങ്ങളാൽ ഈ ഒരു അഡോളസെന്റ് പീരിയഡിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ സ്മോക്കിങ് അല്ലെങ്കിൽ ഡ്രഗ് യൂസിങ്, അതുപോലെ തന്നെ ആൽക്കഹോൾ പോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതുള്ളൂ. ഇതിപ്പോൾ ആൽക്കഹോൾ ആണെങ്കിലും അതെ, ഇപ്പൊ നമ്മൾ സ്മോക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ലങ്സിനെ ഇത് ബാധിക്കുന്നുണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൽക്കഹോൾ ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ ചിന്തകളെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ സെറിബെല്ലത്തിനെ ബാധിക്കുന്നുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ തരത്തിലുള്ള എന്താണ് ഫിസിയോളജിക്കൽ ആക്ഷനൊക്കെ ഈ ആൽക്കഹോളുകളും അതുപോലെ തന്നെ ഡ്രഗ്സ് ഒക്കെ ബാധിക്കുന്നുണ്ട്. അതിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അഡിക്ഷൻ ആണ്. ഈ ആൽക്കഹോൾ യൂസേജ് ഒക്കെ മൂലം അല്ലെങ്കിൽ ഡ്രഗ് യൂസേജ് ഒക്കെ മൂലം നമുക്കുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ അഡിക്ഷൻ എന്ന് പറയുന്നത്. അഡിക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് എ ഫിസിയോളജിക്കൽ, അതായത് എന്താണ്, നമ്മൾ അഡിക്റ്റ് ആവുക എന്ന് വെച്ചാൽ അതില്ലാതെ നമുക്ക് എന്താണ് അതില്ലാതെ നമുക്ക് പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ മാറുന്ന ഒരു കാര്യമാണ് നമ്മൾ അഡിക്ഷൻ എന്ന് പറയുന്നത്. അഡിക്ഷൻ ഈസ് എ സൈക്കോളജിക്കൽ അറ്റാച്ച്മെന്റ് ടു സർട്ടൺ എഫക്ട്സ്. എന്താണ്, ചില എഫക്റ്റുകളോട് നമുക്ക് തോന്നുന്ന സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചില അറ്റാച്ച്മെന്റിനെയാണ് നമ്മൾ അഡിക്ഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയായിരിക്കും, നമുക്ക് എന്താണ് എപ്പോഴും നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്നു, എപ്പോഴും കിടന്ന് എന്തായിരിക്കും ഒരു ലെവലില്ലാതെ ഇങ്ങനെ നടക്കാൻ വേണ്ടി നമ്മൾ ഇഷ്ടപ്പെടുന്നു, എന്താണ് നമുക്കൊന്ന് അടിച്ചു പൊളിക്കാൻ നമുക്ക് ഇഷ്ടപ്പെടുന്നു, അത് ചില കാര്യങ്ങൾ നമ്മൾ മറക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫിസിയോളജിക്കൽ അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഡിക്ഷൻ ആവുന്നത്. സച്ച് ആസ് യൂഫോറിയ ആൻഡ് എ ടെമ്പററി ഫീലിംഗ് ഓഫ് വെൽബീങ്. എന്തായിരിക്കും, നമുക്ക് ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കാൻ വിചാരിക്കുക, എന്തെങ്കിലും ഒരു ലവ് ഫെയിലിയർ വന്നു, അല്ലെങ്കിൽ എന്തായിരിക്കും നമുക്കൊരു പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോയി. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ, നമ്മൾ വളരെ വിഷമത്തിലാണ്, നമുക്ക് സൊല്യൂഷൻ, നോർമൽ മൈൻഡിൽ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്താ ചെയ്യുക, നമ്മുടെ മൈൻഡ് ഒന്ന് മാറ്റണം അല്ലെ. ആ മൈൻഡ് മാറ്റി കഴിഞ്ഞാൽ എന്താ, മദ്യപിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഡ്രഗ് യൂസ് ചെയ്യാം, കിടന്നും ഉറങ്ങാം എന്നുള്ള ചിന്തകളിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, എത്തപ്പെടുന്നു. ആ എത്തപ്പെടുമ്പോഴാണ് നമ്മൾ അഡിക്ഷനിലേക്ക് മാറുന്നത്, അസോസിയേറ്റഡ് വിത്ത് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ. അതിന്റെ കൂടെ അപ്പൊ അങ്ങനെ അഡിക്ഷൻ ആവുന്നത് എങ്ങനെയാണ്, ഈ ഒരു സിറ്റുവേഷൻസിനെയൊക്കെ, നെഗറ്റീവ് സിറ്റുവേഷൻസിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡ്രഗും ആൽക്കഹോളും പോലെയുള്ള വസ്തുക്കളെ നമ്മൾ യൂസ് ചെയ്യുന്നു. ദീസ് ഡ്രൈവ് പീപ്പിൾ ടു ടേക്ക് ദം ഈവൻ വെൻ ദീസ് ആർ നോട്ട് നീഡഡ്, ഈവൻ വെൻ ദെയർ യൂസ് ബിക്കം സെൽഫ് ഡിസ്ട്രക്റ്റീവ്. എന്ത് ചെയ്യും, ഇതൊക്കെ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക, നമുക്കിപ്പോൾ ഒരു അത്യാവശ്യമില്ല, വളരെ ഹാപ്പി ആയിട്ടിരിക്കും, പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി നമുക്ക് തോന്നും, എന്നാൽ ശരി ഒരെണ്ണം കഴിച്ചേക്കാം, അല്ലെങ്കിൽ ഇത്തിരി ഡ്രഗ് വലിച്ചേക്കാം, സ്നോട്ട് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഒരു ഡ്രഗ് കുടിച്ചേക്കാം എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. അതൊക്കെ എപ്പോഴാണ്, നമ്മളിത് പതിവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോഡിക്ക് ആവശ്യമില്ല, നമ്മൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന കണ്ടീഷനിൽ, അവസ്ഥകളിൽ പോലും നമുക്കിത് എടുക്കാനുള്ള ഒരു ടെൻഡൻസി അവിടെ ഉണ്ടാവും. വിത്ത് റിപ്പീറ്റഡ് യൂസ് ഓഫ്, ഇതാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മൾ അഡിക്ഷൻ എന്ന് പറയുന്നത്. വിത്ത് റിപ്പീറ്റഡ് യൂസ് ഓഫ് ഡ്രഗ്സ്, ദ ടോളറൻസ് ലെവൽ ഓഫ് ദ റിസപ്റ്റേഴ്സ് പ്രസന്റ് ഇൻ അവർ ബോഡി increases. Consequently, the receptors respond only to higher doses of drugs or alcohol, leading to greater intake and addiction. നമ്മളിവിടെ അഡിക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരാൾ സ്ഥിരമായിട്ട് എന്ത് ചെയ്യാണ്, ആൽക്കഹോൾ യൂസ് ചെയ്യാണ്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഡ്രഗ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പതിവായിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയുടെ ടോളറൻസ് ലെവൽ എന്ത് ചെയ്യുന്നറിയാമോ, ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ അഡിക്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിനോട് ഭയങ്കര താല്പര്യമുള്ള ആള്, അല്ലെങ്കിൽ ടോളറൻസ് ലെവൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ രീതിയിലുള്ള ക്വാണ്ടിറ്റിയിലുള്ള ആൽക്കഹോളോ അല്ലെങ്കിൽ വളരെ ചെറിയ രീതിയിലുള്ള ഡ്രഗിന്റെ യൂസേജ് ഒന്നും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് യാതൊരു
മാറ്റം ഉണ്ടാവില്ല. ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ടൈം കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, ഈ മരുന്നുകളും അല്ലെങ്കിൽ ഈ ആൽക്കഹോളും ഈ ഡ്രഗ്സിനൊന്നും അതിന്റെ ലോ ഡോസേജിന് നമുക്ക് നമ്മുടെ ബോഡിയിൽ യാതൊരു തരത്തിലുള്ള എഫക്റ്റും ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്തായിരിക്കും പറ്റുക? അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ഹയർ ഡോസ് എടുത്താൽ മാത്രമാണ് നമുക്ക് അതിന്റെ എഫക്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറയും. അപ്പോൾ മോർ ക്വാണ്ടിറ്റിയിലുള്ള ഡ്രഗ്സോ അല്ലെങ്കിൽ മോർ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ആൽക്കഹോൾ ഉപയോഗിക്കാൻ തുടങ്ങും. ഈ ഒരു അവസ്ഥയ്ക്ക് കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് അഡിക്ഷൻ. നെക്സ്റ്റ് ഈസ് ഡിപ്പെൻഡൻസ്. അടുത്താണ് നമ്മൾ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. അഡിക്ഷൻ നമ്മൾ കഴിഞ്ഞു, ഡിപ്പെൻഡൻസ്. ഡിപ്പെൻഡൻസ് വെച്ചാൽ ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് ദ ബോഡി ടു മാനിഫെസ്റ്റ് എ ക്യാരക്ടറിസ്റ്റിക് ആൻഡ് അൺപ്ലസന്റ് വിഡ്രോവൽ സിൻഡ്രോം ഇഫ് റെഗുലർ ഡോസ് ഓഫ് ഡ്രഗ്സ് ഓർ ആൽക്കഹോൾ ഈസ് അബ്രപ്റ്റ്ലി ഡിസ്കണ്ടിന്യൂഡ്. അതായത് ഇങ്ങനെ എടുക്കുന്ന ഒരാൾ സ്ഥിരമായിട്ട് ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരു പർട്ടിക്കുലർ സമയമാകുമ്പോഴത്തേക്കും മദ്യം കഴിക്കുന്ന അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ഒരാളാന്ന് വിചാരിക്കുക. അയാൾ ഇങ്ങനെ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് അയാൾ അഡിക്റ്റ് ആയിപ്പോയി. അപ്പൊ എന്ത് പറ്റും, ഒരു ദിവസം അയാൾക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ആ സമയം ആയപ്പോഴത്തേക്കും അയാൾക്ക് ഈ പറഞ്ഞ സംഭവം കിട്ടിയില്ല. അപ്പൊ കിട്ടാതെ വരുമ്പോഴത്തേക്ക് ചില വിഡ്രോവൽ സിംറ്റംസിന് തുല്യമായിട്ടുള്ള ചില ലക്ഷണങ്ങൾ അയാളുടെ ശരീരത്തിൽ ഉണ്ടാവാം. എന്തൊക്കെയായിരിക്കും അറിയാമോ? ആങ്സൈറ്റി, ഷെയ്ക്കിനെസ്, നോസിയ, സ്വെറ്റിങ്. എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആങ്സൈറ്റി. എന്ത് ചെയ്യും? എങ്ങനെ പോവാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും. എന്ത് ചെയ്യും? പൈസ ഇല്ലല്ലോ, അല്ലെങ്കിൽ ഇന്ന് കട തുറന്നിട്ടില്ല, അവധിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യാന്ന് പറഞ്ഞൊരു വല്ലാത്തൊരു ആങ്സൈറ്റി ആയിരിക്കും. ഷെയ്ക്കിനെസ് ആയിരിക്കും, നമുക്ക് എന്താ ചെയ്യാന്നറിയില്ല. നോസിയ, എന്ത് പറ്റും, അതിന്റെ കൂടെ എന്ത് ചെയ്യും? നോസിയ, ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. സ്വെറ്റിങ്, വേർപ്പൊക്കെ ഉണ്ടാവും. വിച്ച് മേ ബി റിലീവ്ഡ് വെൻ യൂസ് ഈസ് റെസ്യൂംഡ് അഗെയിൻ. എന്ത് പറ്റും, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ അതെന്ത് ചെയ്യും, അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും, ഒരെണ്ണം പോയി കഴിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഈ ലക്ഷണങ്ങളൊക്കെ മാറുകയും ചെയ്യും. അപ്പൊ കഴിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറും. അതിനെ വിളിക്കുന്ന പേരാണ് ഡിപ്പെൻഡൻസ് എന്ന് വിളിക്കുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്തു, അതിനോട് നമ്മൾ ഡിപ്പെൻഡന്റ് ആയി, അതില്ലാതെ നമുക്ക് പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറി. ഇൻ സം കേസസ് വിഡ്രോവൽ സിംറ്റംസ് ക്യാൻ ബി സിവിയർ ആൻഡ് ഈവൻ ലൈഫ് ത്രെട്ടനിങ് ആൻഡ് പേഴ്സൺ മേ നീഡ് മെഡിക്കൽ സൂപ്പർവിഷൻ. എന്ത് പറ്റും, അപ്പോൾ ചില കണ്ടീഷൻസിൽ വിഡ്രോവൽ സിംറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെയുള്ള ഡ്രഗ്സോ അല്ലെങ്കിൽ ആൽക്കഹോളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടാതെ വരുമ്പോൾ നമ്മുടെ ബോഡി കാണിക്കുന്ന ചില ലക്ഷണങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് വിഡ്രോവൽ സിംറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ചില മനുഷ്യർക്ക് വിഡ്രോവൽ സിംറ്റം കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക പറയുമ്പോൾ ലൈഫ് ത്രെട്ടനിങ്. ചില ആളുകൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരികയും ചിലപ്പോൾ അയാൾ സ്വയം സൂയിസൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ പണമില്ലാത്തൊരവസ്ഥയാണെങ്കിൽ ചിലപ്പോൾ മറ്റൊരാളെ ഉപദ്രവിക്കാനൊക്കെ നമ്മുടെ നാട്ടിലെ സൊസൈറ്റിയിലൊക്കെ നമ്മൾ ഒരുപാട് വാർത്തകൾ അതിനെക്കുറിച്ച് കേൾക്കുന്നതാണ് അല്ലെ. അങ്ങനെയുള്ള ആളുകൾക്ക് എന്താ വേണ്ടത്, നമുക്ക് മെഡിക്കൽ സൂപ്പർവിഷൻ കൊടുക്കേണ്ടി വരും. ദെൻ ഡിപ്പെൻഡൻസ് ലീഡ്സ് ദ പേഷ്യന്റ് ടു ഇഗ്നോർ ഓൾ സോഷ്യൽ നോംസ് ഇൻ ഓർഡർ ടു ഗെറ്റ് സഫിഷ്യന്റ് ഫണ്ട്സ് ടു സാഷിയേറ്റ് ഹിസ് ഹെർ നീഡ്സ്. ദീസ് റിസൾട്ട് ഇൻ മെനി സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലംസ്. എന്തൊക്കെയായിരിക്കും, അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിക്ക് എന്തായിരിക്കും, ഒരു ദിവസം ആൽക്കഹോൾ വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ വരുമ്പോൾ അവൻ ചിലപ്പോൾ മോഷണത്തിന് മുതിരും, അല്ലെങ്കിൽ ചിലപ്പോൾ പിടിച്ചു പറിക്കാൻ പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും ഒരാളെ കൊല്ലാൻ പോലും മടിക്കില്ല. ഒരാളോട് പൈസ ചോദിച്ചു, തന്നില്ല, അവനെ കൊല്ലാൻ പോലും മടിക്കില്ല. അങ്ങനത്തെ ഒരു വലിയൊരു സിവിയർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറും. ഇതൊക്കെ നമ്മൾ ഡിപ്പെൻഡൻസിന്റെ പ്രോബ്ലംസ് ആണ്. ഇതാണ് നമ്മൾ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. ഇനി എഫക്റ്റ് ഓഫ് ആൽക്കഹോൾ അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസ്. ഈ ഡ്രഗ് അബ്യൂസിന്റെ എഫക്റ്റുകൾ എന്തൊക്കെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് എന്തൊക്കെയാണ് ശാരീരികമായിട്ടുള്ള കുഴപ്പങ്ങൾ ഉണ്ടാവുന്നത്? ദ ഇമ്മീഡിയറ്റ് അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ് ആർ മാനിഫെസ്റ്റഡ് ഇൻ ദ ഫോം ഓഫ് റെക്ലെസ് ബിഹേവിയർ, വൻഡാലിസം ആൻഡ് വയലൻസ്. എന്തായിരിക്കും, നമുക്കെല്ലാം നശിപ്പിക്കാനും ഒരാൾ നമ്മളെ ഉപദേശിക്കാൻ, അഡ്വൈസ് ചെയ്യണം, നീ കള്ളു കുടിക്കരുത്, അല്ലെങ്കിൽ നമ്മൾ പുകവലിക്കരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക, നമുക്ക് അവരോട് ദേഷ്യം തോന്നാം. വൻഡാലിസം നമ്മുടെ അടുത്തുള്ളതൊക്കെ നശിപ്പിക്കാനും അല്ലെങ്കിൽ വയലന്റ് ആവാനും, ഒരാളെ ഉപദ്രവിക്കാനും വയലന്റ് ആവാനും ഒക്കെ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ സംഭവിക്കാം. എക്സസീവ് ഡോസസ് ഓഫ് ഡ്രഗ്സ് മേ ലീഡ് ടു കോമ ആൻഡ് ഡെത്ത് ഡ്യൂ ടു റെസ്പിറേറ്ററി ഫെയിലിയർ, ഹാർട്ട് ഫെയിലിയർ ആൻഡ് സെറിബ്രൽ ഹെമറേജ്. എക്സസ് ആയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ സ്റ്റേജിലേക്ക്, ബ്രെയിൻ ഡെത്ത് സംഭവിക്കാം, അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലിയർ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഹാർട്ട് ഫെയിലിയർ സംഭവിക്കാം, സെറിബ്രൽ ഹെമറേജ് ഒക്കെ നമുക്ക് വരാം. The combination of drugs or their intake along with the alcohol generally results in overdosing and even death. എന്ത് വെച്ചും ഈ മരുന്നുകൾ ചിലപ്പോൾ ചില മരുന്നുകൾ എന്തായിരിക്കും, കോമ്പിനേഷൻ ഓഫ് ഡ്രഗ്സ്. ചില ആളുകൾ ആൽക്കഹോളും അതുപോലെ തന്നെ ഈ ഡ്രഗ്സും ഒക്കെ ഒരുമിച്ച് ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. ഡ്രഗ്സും ഉപയോഗിക്കും, ആൽക്കഹോളും ഉപയോഗിക്കും, സ്മോക്കൊക്കെ ഒരുമിച്ചൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് എന്തായിരിക്കും സംഭവിക്കുക, അവർക്ക് ഓവർ ഡോസിങ്ങും ഈവൻ ഡെത്ത്, മരണം വരെ സംഭവിക്കാൻ കാരണമാവും.
That the most common warning signs of drug and alcohol abuse among youth include drop in academic performance, unexplained absence from school or college, lack of interest in personal hygiene, withdrawal, isolation, depression, fatigue, aggressive, rebellious behavior, deteriorating relationship with the family and friends, loss of interest in hobbies, change in sleeping, eating habits, fluctuation in weight, appetite, etc. എന്തായിരിക്കും സംഭവിക്കുക? ഏറ്റവും കൂടുതലായിട്ട് യൂത്തിനെയാണ് ഈ ഒരു അവസ്ഥ ബാധിക്കുന്നെങ്കിൽ നമ്മുടെ ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരാളാവാം, അല്ലെങ്കിൽ ഒരു പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആവാം. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെട്ടാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? അവരുടെ അക്കാഡമിക് പെർഫോമൻസ്, സ്കൂളിലെ ക്ലാസ്സിൽ പോകാതിരിക്കുക, അതുപോലെ തന്നെ പരീക്ഷ എഴുതാതിരിക്കുക, പരീക്ഷയ്ക്കെല്ലാം തോറ്റു പോവുക, അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് ആബ്സെന്റ് ആവുക, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് അവരുടെ ഒരു പേഴ്സണൽ ഹൈജീൻ ഒന്നും ഉണ്ടാവില്ല. ക്ലിയർ ആയിട്ട് കുളിക്കുകയോ പല്ല് തേക്കുകയോ ഒന്നും ചെയ്യാത്ത പേഴ്സണൽ ഹൈജീൻ നഷ്ടപ്പെടും. ഫ്രണ്ട്സിൽ വളരെ ഹാപ്പി ആയിട്ട് ഇടപെട്ടുകൊണ്ടിരുന്ന ഫ്രണ്ട്സിൽ നിന്നും അകന്ന് നിൽക്കാനുള്ള കണ്ടീഷൻ വരാം, ഐസൊലേഷൻ വരാം, ഡിപ്രഷൻ വരാം, ക്ഷീണം, തളർച്ച, വിഷാദം, ദേഷ്യം, വഴക്കുണ്ടാക്കാനുള്ള ബിഹേവിയർ, അങ്ങനെ ഒരു ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ടുള്ള കംപ്ലീറ്റ് റിലേഷൻഷിപ്പ് നഷ്ടപ്പെടാം. ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ഹോബീസ് മാറാം. ദെൻ ഉറക്കം രാത്രിയിലൊക്കെ ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടാതെ വരാം. അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്നത് കുറയാം, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നതിന്റെ ഡിഫറൻസ് വരാം, ഫുഡ് കഴിക്കാൻ തോന്നാതെ വരാം, വെയിറ്റ് കുറയാം, വിശപ്പിൽ വ്യത്യാസം വരാം. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടാവുക. ഇനി there may be even far-reaching implications of drug or alcohol abuse. If an abuser is unable to get money to buy drugs, alcohol, she may turn to stealing. നമ്മൾ ഡിസ്കസ് ചെയ്താണ് പൈസ കിട്ടാതെ വന്നാൽ മോഷ്ടിക്കാൻ കാരണമാവും. അഡ്വേഴ്സ് എഫക്റ്റ് ആർ ജസ്റ്റ് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു പേഴ്സൺ ഹു ഈസ് യൂസിങ് ഡ്രഗ് ഓർ ആൽക്കഹോൾ. അറ്റ് ടൈംസ് എ ഡ്രഗ് അഡിക്റ്റ് ബിക്കംസ് ദ കോസ് ഓഫ് മെന്റൽ ആൻഡ് ഫിനാൻഷ്യൽ ഡിസ്ട്രസ് ടു എൻറ്റയർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ദോസ് ഹു ടേക്ക് ഡ്രഗ്സ് ഇൻട്രാവീനസ്ലി. ഇനി ഇതിന്റെ മറ്റുള്ള പ്രശ്നങ്ങളാണ് ഇൻട്രാവീനസ്ലി. ചില ആൾക്കാർ എന്തായിരിക്കും ഞരമ്പിന്റെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് സിറിഞ്ചൊക്കെ ഉപയോഗിച്ച് നീഡിലും സിറിഞ്ചൊക്കെ ഉപയോഗിച്ച് ഈ ഡ്രഗുകൾ ഇഞ്ചക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ദേ മോർ ലൈക്ലി ടു അക്യൂർ സീരിയസ് ഇൻഫെക്ഷൻ ലൈക്ക് എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി. അതായത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ എന്തായിരിക്കും ഒരാൾ ഉപയോഗിച്ച സിറിഞ്ച് ഉപയോഗിച്ച് മറ്റൊരാൾ വെയിനിന്റെ ഉള്ളിലേക്ക് ഇതുപോലെയുള്ള ഡ്രഗ്സ് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയ്ഡ്സ് അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി പോലുള്ള ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ രോഗങ്ങൾ വരാൻ കാരണമാവും. ദ വൈറസസ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ദീസ് ഡിസീസസ് ട്രാൻസ്ഫർഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ബൈ ഷെയറിംഗ് ഇൻഫെക്റ്റഡ് നീഡിൽസ് ഓർ സിറിഞ്ചസ്. നമ്മൾ എയ്ഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ പഠിച്ചതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. റിപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി ഡിസ്കസ് ചെയ്തപ്പോൾ പഠിച്ചതാണ് സിറിഞ്ചസിന്റെ ഉപയോഗം, അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഒരാൾ ഉപയോഗിച്ച സിറിഞ്ച് മറ്റൊരാൾ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു പ്രശ്നം വരാം. ബോത്ത് എയ്ഡ്സ് ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻസ് ആൻഡ് ക്രോണിക് ഇൻഫെക്ഷൻസ് അൾട്ടിമേറ്റ്ലി ഫെറ്റൽ. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സെക്ഷൽ കോണ്ടാക്ട് വഴി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാം. ഹെപ്പറ്റൈറ്റിസ് ബിയും എയ്ഡ്സ് ഒക്കെ ക്രോണിക് ഇൻഫെക്ഷൻ ആണ്, അൾട്ടിമേറ്റ്ലി ഫെറ്റൽ ആണ്, നമ്മൾ മരണപ്പെട്ടു പോകാൻ കാരണമാവുന്നതാണ്. ഇനി മറ്റു ചില പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് യൂസ് ഓഫ് ആൽക്കഹോൾ ഡ്യൂറിങ് അഡോളസൻസ് മേ ഓൾസോ ഹാവ് ലോങ് ടൈം ഇഫക്ട്സ്. ഇറ്റ് കുഡ് ലീഡ് ടു ഹെവി ഡ്രിങ്കിങ് ഇൻ അഡൽട്ട്ഹുഡ്. ക്രോണിക് യൂസ് ഓഫ് ഡ്രഗ്സ് ആൽക്കഹോൾ ഡാമേജസ് നെർവസ് സിസ്റ്റം ആൻഡ് ലിവർ. അതിനുശേഷം വരുന്ന മറ്റൊരു പ്രശ്നമാണ് ക്രോണിക് ആയിട്ട് അല്ലെങ്കിൽ വളരെ കൂടുതലായിട്ട് നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ന്യൂറൽ സിസ്റ്റത്തിനെയും അതുപോലെ തന്നെ ലിവർ സിറോസിസ് എന്ന് പറയുന്ന നമ്മുടെ ലിവറിനെ നശിപ്പിച്ച് കളയുന്ന ലിവർ ക്യാൻസറോ അല്ലെങ്കിൽ ലിവർ സിറോസിസോ ഒക്കെ വരാൻ കാരണമാവാം. അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡി ആൽക്കഹോൾ അബ്യൂസ് ചെയ്താൽ ആ ലേഡിയുടെ വളരുന്ന ഫീറ്റസിനെ അല്ലെങ്കിൽ എംബ്രിയോണിക് ഡെവലപ്മെന്റിനെ അത് ബാധിച്ചേക്കാം. ആ എംബ്രിയോയ്ക്ക് പല ഡാമേജുകളും സംഭവിച്ചേക്കാം. ദെൻ അടുത്തത് ചില സ്പോർട്സ് പേഴ്സൺസ് ഇത് ഉപയോഗിക്കാറുണ്ട്. അവർക്ക് കൂടുതൽ മോർ എനർജി കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ മോർ ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടി അവരതിന് യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെ നമ്മൾ അബ്യൂസ് ചെയ്യുന്നതാണ്. ദ മിസ്യൂസ് നാർക്കോട്ടിക് അനൽജസിക്. സ്പോർട്സ് പേഴ്സൺസ് സാധാരണയായിട്ട് നാർക്കോട്ടിക് അനൽജസിക്, അനാബോളിക് സ്റ്റിറോയിഡ്, ഡയൂറട്ടിക്സ് പോലുള്ള വിഭാഗത്തിൽ അല്ലെങ്കിൽ ചില ഹോർമോണുകളൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇൻക്രീസ് ദിയർ മസിൽ സ്ട്രെങ്ത് കൂട്ടാനും അവരുടെ അഗ്രസീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ, അത്ലറ്റിക് പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ചില സ്പോർട്സ് പേഴ്സൺസും ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. Then the side effects of the use of anabolic steroids in females include masculinization features like males, increased aggressiveness, mood swing, depression, abnormal menstrual cycle, excessive hair growth on the face, body, enlargement of clitoris, deepening of the voice. അതായത് ഇപ്പോൾ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് ഈ
ഡ്രഗ് അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് ഒക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ ആ പെൺകുട്ടിക്ക് മസ്കുലൈനൈസേഷൻ വരും. അതായത് ആൺകുട്ടികളുടെ അല്ലെങ്കിൽ പുരുഷന്മാരുടേത് പോലുള്ള രൂപങ്ങളിലേക്ക് മാറാം. അഗ്രസീവ് കൂടും. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ മൂഡ് സ്വിങ്സ്, മൂഡ് ചേഞ്ച്, ദേഷ്യം, സങ്കടം, വിഷാദം, ചിരി, കളി, അങ്ങനെ മൂഡ് എപ്പോഴും എന്ത് ചെയ്തും മാറിക്കൊണ്ടിരിക്കും. അബ്നോർമൽ മെൻസ്ട്രൽ സൈക്കിൾ ഇറഗുലർ ആയിക്കൊണ്ടിരിക്കും. ഹെയർ ഗ്രോത്ത്, ഹെയർ ഫോളും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് മുഖത്തും ഫേഷ്യൽസിലൊക്കെ ആൺകുട്ടികൾക്ക് വരുന്ന പോലെ മുഖത്ത് താടി മീശ പോലുള്ള ഹെയർ ഗ്രോത്തും കാര്യങ്ങളും ഉണ്ടാവാം. ക്ലിറ്റോറിസിന്റെ എൻലാർജ്മെന്റ് ഉണ്ടാവാം. വോയിസ് പുരുഷന്മാരുടേത് പോലെയായിട്ട് മാറാം. അപ്പോൾ സ്ത്രീകൾ ഉപയോഗിച്ചാൽ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇനി മെയിൽസിൽ എന്തൊക്കെയായിരിക്കും വരാം? മെയിൽസിലാണെങ്കിൽ എസീൻ, ദെൻ അഗ്രസീവ്നെസ്, മുഖത്തൊക്കെ ഇങ്ങനെ ഒരുപാട് കുരുക്കൾ വരാം. വളരെ അഗ്രസീവായിട്ട് മാറാം. മൂഡ് സ്വിംഗ് വരാം. ഡിപ്രഷൻ വരാം. ടെസ്റ്റിസിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യാം. ടെസ്റ്റിസിന്റെ സൈസ് കുറയാം. സ്പേമിന്റെ പ്രൊഡക്ഷൻ കുറയാം. കിഡ്നിയുടെ പൊട്ടൻഷ്യാലിറ്റി കുറയാം. ലിവറിന്റെ ഡിസ്ഫങ്ഷൻ വരാം. സ്ത്രീകളെ പോലെ ബ്രസ്റ്റിന്റെ എൻലാർജ്മെന്റ് വരാം. പ്രിമച്വർ ബാൾഡ്നെസ് വരാം. നേരത്തെ തന്നെ എന്ത് ചെയ്യാം? കഷണ്ടി വരാം. എൻലാർജ്മെന്റ് ഓഫ് ദ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ എൻലാർജ്മെന്റ് സംഭവിക്കാം. These effects may be permanent with prolonged use. In the adolescent male or female, severe facial and body edema and premature closure of growth centers of long bones may result in stunted growth. അതുപോലെ തന്നെ എന്ത് ചെയ്യാം? അവരുടെ വളർച്ച മുരടിച്ചു പോകാം. ഭയങ്കര ക്ഷീണിച്ച പൊക്കമൊന്നുമില്ലാതെ സ്റ്റണ്ടഡ് ഗ്രോത്തിലേക്കൊക്കെ അഡോളസെന്റ് സ്റ്റേജ് എത്തുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാം? അവരുടെ വളർച്ചയൊക്കെ സ്റ്റോപ്പായി പോകുന്നതിന് കാരണമാവും. ഇത്രയൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ടുള്ള ആൽക്കഹോൾ അബ്യൂസിന്റെ ഇഫക്ട്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഈസ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. എങ്ങനെ നമുക്ക് ഈ ആൽക്കഹോൾ അബ്യൂസ് അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസ് നമുക്ക് തടയാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അവോയ്ഡ് അൺഡ്യൂ പീർ പ്രഷർ. എന്താണ് പീർ പ്രഷർ? പീർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമപ്രായക്കാര്. ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ അയലോക്കത്തുള്ളവർ, നമ്മുടെ അതേ പ്രായത്തിലുള്ളവർ കാണിക്കുന്നത് കണ്ടിട്ടായിരിക്കും നമുക്ക് ഈ ഡ്രഗ്സും അല്ലെങ്കിൽ ആൽക്കഹോളൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി തോന്നുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? ആ പീർ പ്രഷർ അവര് കാണിക്കുന്നത് കണ്ട് നമ്മൾ കാണിക്കണ്ട എന്ന് ചിന്തിക്കുക. അതാണ് അവോയ്ഡ് പീർ പ്രഷർ എന്ന് പറയുന്നത്. സമപ്രായക്കാര് കാണിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ സ്വയമായിട്ട് അതിലേക്ക് എത്തപ്പെടാതിരിക്കുക. എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്. നമ്മൾ ഈ അമിതമായിട്ട് നമ്മുടെ ചിന്തകൾ കൈവിട്ട് പോകുന്നു എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിലെ നമ്മുടെ അധ്യാപകരുണ്ടാവും, അവരെ നമുക്ക് അറിയിക്കാവുന്നതാണ്. അവരെ നമുക്ക് കൗൺസിലിംഗ് അല്ലെങ്കിൽ നമുക്ക് സൈക്കോളജിസ്റ്റുകളൊക്കെ നമുക്ക് കൗൺസിലിംഗ് തരാം. അങ്ങനെ എഡ്യൂക്കേഷനിലൂടെയും അല്ലെങ്കിൽ കൗൺസിലിംഗിലൂടെയും നമുക്ക് ഇത് പ്രിവെന്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നതാണ്. സീക്കിംഗ് ഹെൽപ്പ് ഫ്രം പേരൻസ് ആൻഡ് പിയേഴ്സ്. അത് പ്രത്യേകിച്ച് നമ്മൾ പേരൻസ് ഒക്കെ അറിഞ്ഞിരിക്കുന്നതാണ്. നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സിനെ അതുപോലെ തന്നെ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുക. ദെൻ സീക്കിംഗ് ഹെൽപ്പ് ഫ്രം പേരൻസ് ആൻഡ് പിയേഴ്സ്. ഇപ്പൊ നമുക്കാണ് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിൽ, എന്തെങ്കിലും വിഷമങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പേരൻസിനോട് പറയാം. അവരിൽ നിന്ന് നമുക്ക് അഡ്വൈസും വേണ്ട രീതിയിലുള്ള ഇൻസ്ട്രക്ഷനും നമുക്ക് വാങ്ങാം. ആൻഡ് PAs ഇപ്പൊ നമുക്ക് സത്യം പറഞ്ഞ് നമുക്ക് ഇപ്പൊ പേരൻസിനോട് പറയാൻ പറ്റില്ല, അച്ഛനോട് പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അമ്മയോട് പറയാൻ പറ്റുന്നില്ല. നമ്മുടെ സമപ്രായക്കാരായിട്ടുള്ള കൂട്ടുകാരോട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, എനിക്കിതിൽ നിന്ന് റിലീവ് ആവണം, എന്തൊക്കെയാ ചെയ്യാന്നുള്ളത്. ലുക്കിംഗ് ഫോർ ഡേഞ്ചറസ് സൈൻസ്. ഡേഞ്ചറസ് സൈൻസ് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വളരെ അപകടകരമായിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷൻസിലൂടെ നമ്മൾ പോവുകയൊക്കെ ചെയ്താൽ അത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ലുക്കിംഗ് ഫോർ ഡേഞ്ചറസ് സൈൻസ്. ദെൻ സീക്കിംഗ് പ്രൊഫഷണൽ ആൻഡ് മെഡിക്കൽ ഹെൽപ്പ്. നമുക്കിപ്പോൾ ടീച്ചറിനോട് പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അച്ഛനോടോ അമ്മയോടോ ഫ്രണ്ട്സിനോടോ പറയാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളുണ്ടാവും, കൗൺസിലിംഗ് കൊടുക്കുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ മെഡിക്കൽ ഹെൽപ്പ്, സൈക്കാട്രിസ്റ്റുകൾ. നമുക്ക് എന്തെങ്കിലും മനോവിഷമം മൂലമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് സൈക്കാട്രിസ്റ്റുകളോടോ അല്ലെങ്കിൽ നമുക്ക് സൈക്കോളജിസ്റ്റുകളോടോ ഒക്കെ നമുക്ക് ഡീൽ ചെയ്ത് അവർ നമുക്ക് കൃത്യമായിട്ടുള്ള വഴികളും അല്ലെങ്കിൽ മരുന്നുകളൊക്കെ തന്ന് നമ്മുടെ ഈ ഒരു അവസ്ഥകൾ മാറ്റുന്നതാണ്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ് കൺട്രോൾ ചെയ്യാനുള്ള മാർഗങ്ങൾ. അവോയ്ഡ് പീർ പ്രഷർ, ബൈ എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ് വഴി നമുക്ക് നടത്താം. ടീച്ചേഴ്സിനെ അറിയിക്കുന്ന വഴി, അല്ലെങ്കിൽ കൂടുതൽ അങ്ങനെ എഡ്യൂക്കേഷൻ, കൗൺസിലിംഗ്. ദെൻ സീക്കിംഗ് ഹെൽപ്പ് ഫ്രം പാരന്റ്സ് ആൻഡ് പിയേഴ്സ്. ദെൻ ലുക്കിംഗ് ഫോർ ഡേഞ്ചറസ് സൈൻസ്, സീക്കിംഗ് പ്രൊഫഷണൽ ആൻഡ് മെഡിക്കൽ ഹെൽപ്പ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ നമ്മൾ പൊതുവെ നമ്മുടെ മെഡിറ്റേഷൻസ് വഴിയൊക്കെ നമുക്ക് എന്തെങ്കിലും മനസ്സിൽ ടെൻഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചില മെഡിറ്റേഷൻസ് വഴി, യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് വഴിയൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനും കുറയ്ക്കാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് അറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ഒരുപാട് അഡോളസെൻസ് ഏജിലുള്ള കുട്ടികളൊക്കെ ഡ്രഗിനും അല്ലെങ്കിൽ ആൽക്കഹോളിക്കിനൊക്കെ അഡിക്റ്റഡ് ആയി പോകുന്നതാണ്.
അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിന്റെ ഈ ഒരു സെക്ഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അഡോളസെന്റ് കടക്കുന്ന കുട്ടികൾക്ക് ഡ്രഗ്സിന്റെയും അല്ലെങ്കിൽ ആൽക്കഹോൾ അബ്യൂസിന്റെയും ഒക്കെ സൈഡ് എഫക്റ്റുകളെ കുറിച്ചും ഫ്യൂച്ചറിലേക്ക് വരാവുന്ന കോൺസിക്വൻസസിനെ കുറിച്ചൊക്കെ ഒന്ന് അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഈ ചാപ്റ്ററിൽ നമുക്ക് സാധാരണയായിട്ട് ഉണ്ടാകാവുന്ന ചില കോമൺ ഹ്യൂമൻ ഡിസീസുകളെ കുറിച്ച്, അതിന് കാരണമാകുന്ന ആരാണ്, അതൊക്കെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം, നമ്മുടെ ബോഡിയിൽ രോഗപ്രതിരോധ ശേഷി, ഇമ്മ്യൂണിറ്റി എങ്ങനെ കിട്ടുന്നു, ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, എയ്ഡ്സ് എന്ന് പറഞ്ഞ ഒരു രോഗം, ക്യാൻസർ എന്ന് പറഞ്ഞ രോഗം അതെങ്ങനെ വരുന്നു, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫൈനലി നമ്മൾ ഡ്രഗ്സ് എന്താണ്, ആൽക്കഹോൾ അബ്യൂസ് എന്താണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സെക്കൻഡ് ഇയർ സുവോളജിയിലെ ഒരു ഭാഗമാണ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. താങ്ക് യു.